മാതൃഭൂമി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള ദേവസ്വം പരീക്ഷാ പരിശീലനം. താഴെ പറയുന്നവയിൽ വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തമേതാണ്? വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തമാണ് നദോന്നത. നദോന്നത. ശനിദേവൻ്റെ വാഹനമേത്? കാക്കയാണ് ശനിദേവൻ്റെ വാഹനം. ദുര്യോധനൻ ആരാധനാമൂർത്തിയായ ഒരു ക്ഷേത്രം ഏതാണ്? ദുര്യോധനൻ ആരാധനാമൂർത്തിയായ ക്ഷേത്രം ശാസ്താംകോട്ട മലനട പോരുവഴി. ശാസ്താംകോട്ട മലനട ക്ഷേത്രം. പുരുഷന്മാർ സ്ത്രീവേഷമണിഞ്ഞ് ചമയവിളക്കേന്തി വഴിപാട് നടത്തുന്ന ക്ഷേത്രം ഏതാണ്? ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രം. ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രം. ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ഉത്സവമാണ് മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ നടന്നത് മാമാങ്കം. ശ്രുതിമാത എന്ന ചൊല്ലിൻ്റെ ശേഷിക്കുന്ന ഭാഗമാണ് ലയപിത. ശ്രുതിമാത ലയപിത. ഭാഷയും സംസ്കൃതവും ചേരുന്ന കാവ്യശൈലി ഏതാണ്? അത് മണിപ്രവാളം. ഭാഷയും സംസ്കൃതവും ചേരുന്ന കാവ്യശൈലിയാണ് മണിപ്രവാളം. സാമം, ദാനം, ഭേദം, ദണ്ഡം എന്നിവ ഏത് ഗണത്തിൽപ്പെടുന്നു? ചതുരുപായങ്ങൾ. ചതുരുപായങ്ങൾ. മന്മഥപ്രീതിക്കായി നടത്തിയിരുന്നതായി പറയുന്ന ആഘോഷമാണ് ചന്ദ്രോത്സവം. ചന്ദ്രോത്സവം. താഴെ പറയുന്നവയിൽ കർണൻ കേന്ദ്ര കഥാപാത്രമായ മലയാള കൃതി ഏതാണ്? ഇനി ഞാൻ ഉറങ്ങട്ടെ. കർണൻ കേന്ദ്ര കഥാപാത്രമായതാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ശ്രീരാമൻ്റെ അവതാരകാലം ഏതാണ്? ശ്രീരാമൻ്റെ അവതാരകാലമാണ് ത്രേതായുഗം. ത്രേതായുഗം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രമടങ്ങിയ രേഖയാണ് മതിലകം രേഖകളാണ്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രമടങ്ങിയ രേഖയാണ് മതിലകം രേഖകൾ. സൂര്യശതകം എന്ന സ്തോത്രകൃതിയുടെ കർത്താവാണ് മയൂരഭട്ടൻ. സൂര്യശതകം എന്ന സ്തോത്രകൃതിയുടെ കർത്താവാണ് മയൂരഭട്ടൻ. താഴെ പറയുന്നവയിൽ ജൈന മതാനുയായി ആരാണ്? അശ്വഘോഷനാണ്. അശ്വഘോഷനാണ് ജൈന ബുദ്ധ മതാനുയായി. ഏത് കലയിൽ നിന്നാണ് മോഹിനിയാട്ടം എന്ന നൃത്തം രൂപപ്പെട്ടത്? ദേവദാസി നൃത്തം. ഭക്തി രസപ്രധാനമായ കഥ ഫലിത രൂപത്തിൽ അവതരിപ്പിക്കുന്ന ക്ഷേത്രകല ഏതാണ്? അത് പാഠകമാണ്. പാഠകം. ശ്ലോകങ്ങൾ അക്ഷരക്രമത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹിത്യ വിനോദം എന്താണ്? അത് അക്ഷരശ്ലോകമാണ്. താഴെ പറയുന്നവയിൽ കഥാപ്രസംഗ കലയുടെ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് ഹരികഥയാണ്. ഹരികഥ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ 7.5 പൊന്നാനയിലെ സ്വർണത്തിൻ്റെ തൂക്കം എത്രയാണ്? 7.5 തുലാം. കാസർഗോഡ് ജില്ലയിൽ പ്രചാരത്തിലുള്ള കന്നഡ കലാരൂപം എന്താണ്? യക്ഷഗാനമാണ്. യക്ഷഗാനം. വേദിയിൽ കുഴഞ്ഞു വീണു മരിച്ച ഓട്ടംതുള്ളൽ കലാകാരൻ ആരാണ്? കലാമണ്ഡലം ഗീതാനന്ദൻ. ക്ഷേത്രങ്ങളിൽ മുളയിട് പൂജ നടത്തുന്ന സ്ഥലമാണ് മുളയറ. കേരളത്തിൽ ക്ഷേത്രത്തിലല്ലാതെ കൂത്തമ്പലമുള്ള സ്ഥലം? കേരള കലാമണ്ഡലം. താഴെ പറയുന്നവയിൽ ശ്രീരാമൻ ദേഹത്യാഗം ചെയ്ത നദി ഏതാണ്? സരയൂ നദി. ശിവപാർവതിമാരുടെ ഏകീഭാവമാർന്ന രൂപം ഏതാണ്? അർദ്ധനാരീശ്വരൻ.